പാൽക്കപ്പ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? നമുക്കിന്ന് നല്ല ടേസ്റ്റിലൊരു പാൽക്കപ്പ അങ്ങ് ഉണ്ടാക്കിയാലോ? കപ്പയൊക്കെ കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോഴേ ആദ്യം തന്നെ പാൽക്കപ്പയ്ക്ക് വേണ്ടി നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കപ്പയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. കപ്പ വെന്ത് കഴിയുമ്പം അതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ചതച്ച ഉള്ളിയും മുളകും ചേർത്ത് തേങ്ങാപ്പാലിന് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. കൂട്ടത്തിൽ കപ്പ കഷ്ണങ്ങളൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം ചെറുതായിട്ട്. അതൊന്ന് വറ്റി വന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത പാടെ ഫ്ലെയിം ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനിയൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ചെറിയുള്ളി ബ്രൗൺ കളർ ആകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് അത് നമുക്ക് പാൽക്കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒഴിച്ച പാടെ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. കൈയോടെ അടച്ചു വെക്കുക. എന്നിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് വരുള്ളൂ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിന് തുറന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതിനെ പ്ലേറ്റിലേക്ക് വിളമ്പുക. ഇനി ഞാൻ നല്ല മുളകിട്ട മീൻകറി കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ. നല്ല എരിവുള്ള ഏത് കറി കൂട്ടിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പാൽക്കപ്പയ്ക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ പാൽക്കപ്പ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.